സാഹിത്യ രചനയല്ല, അല്ലെങ്കിൽ വേടൻ്റെ പാട്ട് സാഹിത്യ രചനയ്ക്ക് ഉതകുന്നതല്ല. ഈ വേടൻ്റെ സാഹിത്യത്തിൽ ഒരുപാട് ജാതി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്, രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമായ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം ബഷീറിൻ്റെ ചവറ്റുകൊട്ടയിൽ മാത്രം ഇടാൻ ഒരു വാല്യൂ ഉള്ള, ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിൻ്റെ മാത്രം വാല്യൂ ഉള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ട് ഇറക്കി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേടൻ്റെ പാട്ട് ഇനി അവിടെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു. അതിന് പിന്നാലെ ഈ വേടൻ്റെ പാട്ട്, അതായത് വേടൻ്റെ പാട്ട് ഉൾപ്പെടുന്ന സിലബസുമായി മുന്നോട്ടെന്ന് മലയാളം പഠന ബോർഡ് ചെയർമാൻ റിപ്പോർട്ടറിനോട് അവർ സംസാരിക്കുകയുണ്ട്. നമുക്കറിയാം റിപ്പോർട്ട് ചാനൽ എപ്പോഴും വേടനൊപ്പം തന്നെയാണ്, അല്ലെ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കൊപ്പമാണ്. വേടൻ നിലകൊള്ളുന്നത് പോലെ തന്നെയാണ് റിപ്പോർട്ട് ചാനൽ നിലകൊള്ളുന്നത്. അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കും അവരുടെ ഈ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ നിലകൊള്ളുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ അവരതിനെപ്പറ്റി പറയുന്നൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ഇന്നലെ അരുൺകുമാർ സാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ വേടൻ്റെ പാട്ടിനെ പറ്റി വലിയൊരു താരതമ്യ പഠനം അങ്ങ് നടത്തിയ എം ബഷീറിന് എന്ത് വാല്യൂ ആണുള്ളത്? സംഘികളുടെ ചാണകം മെഴുകിയതിൽ കാല്